മുഖവരിയില്ലാതെ കാര്യമൊന്ന് നേരിട്ട് പറയാം. എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കുന്നത് നിങ്ങളാണ്. മനസ്സിലായില്ല. സ്റ്റെല്ലയുമായുള്ള ഡികെയുടെ ബന്ധത്തിന് നെട്ടൂരാൻ കൂട്ടു നിൽക്കരുത്. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിയാണോ അതോ സഖാവ് സേതു ആണോ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഹോം മിനിസ്റ്റർ ഓർഡർ ആണെങ്കിൽ അത് കേൾക്കാൻ നെട്ടൂരാൻ നിങ്ങളുടെ ഓർഡറിലേ അല്ല. സഖാവ് സേതുവിനെ കേൾക്കാനാണെങ്കിൽ ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്കോ ഡികെക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഡികെക്ക് സ്റ്റെല്ലയോടുള്ളത്. എന്തിന്? സേതുവിനെ പോലും. സേതുവിനറിയാമോ, ഡികെ ജയിലിൽ നിന്നിറങ്ങി സേതുവിനെ കെട്ടുന്നതിന് മുമ്പ് സ്റ്റെല്ലയെ കണ്ടിരുന്നെങ്കിൽ ഡികെ സേതുവിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതൊന്നും എനിക്ക് കേൾക്കണ്ട. നെട്ടൂരാൻ കൂട്ടു നിന്നില്ലെങ്കിൽ ഡികെ ആ വീട്ടിൽ പോവില്ല. പോവും സേതു. സ്റ്റെല്ല പ്രസവിച്ച ഡികെയുടെ മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട്. തീർച്ചയായും ഡികെ പോകും. ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ കൂട്ടുനിൽക്കാൻ മറ്റു പലരുമുണ്ട്. അവർ ഡികെ ഒറ്റുകൊടുക്കും. ഈ ബന്ധം നാട്ടിലറിയും. ഡികെ നാറും. കണ്ണനും ഡികെയുടെ സുഹൃത്താണ്. ഡികെയുടെ പോക്ക് ശരിയല്ലെന്ന് എന്നോട് വന്ന് പറയാൻ കണ്ണന് തോന്നിയല്ലോ. എന്നെയും കണ്ണനെയും ഒരുപോലെ കാണുന്നത് സേതുവിന്റെ കാഴ്ചയ്ക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ്. എന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. ഉണ്ട്. അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു സേതുലക്ഷ്മിക്ക്. കണ്ണൻ മുതലാളിക്ക് വ്യവസായ മന്ത്രി ഡികെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഇനി അവനാവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി ആഭ്യന്തരമന്ത്രിയുടെ സഹായമാണ്. എല്ലാരെയും എനിക്കറിയാൻ നെട്ടൂരാൻ മുതലാളി. ഏതോ കഥയിലെ എന്നോ മരിച്ചൊരു കഥാപാത്രത്തെ പൊക്കിയെടുത്ത് വികാര പ്രകടനം നടത്തുന്ന നിങ്ങൾ എന്തിനാ ഈ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കുന്നത്? വ്യവസായ മന്ത്രിയെ കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നത് നേടാൻ വേണ്ടി, നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി. മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് നെട്ടൂരാൻ ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കിയത്, എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിനറിയാമോ, നിങ്ങൾ മന്ത്രിമന്ദിരത്തിൽ പൊറുതിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴുപട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ. എനിക്കാരെ ഒന്നും ബോധിപ്പിക്കണ്ട. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും. മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് സേതു നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. कौन है? तेरा बाप परगड़ा जी। നെട്ടൂരാനോ? ഇരിക്കേ. വേണ്ട, നിന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. ആഭ്യന്തരമന്ത്രി സേതുലക്ഷ്മിയുടെ ചെവി കടിച്ചു പറിച്ച് ആ വീട് കുളം തോണ്ടി അല്ലേടോ നെട്ടൂരാൻ പറയുന്നത്? മിണ്ടരുത്. താനല്ലേ ഡികെ അവിടെ കൊണ്ടുവിട്ടത്? തന്നെ വിശ്വസിച്ചല്ലേ ഡികെ തന്നെയും കൂട്ടി ആ വീട്ടിൽ പോയത്? ഇങ്ങനെ ഒരു വൃത്തികെട്ട ബന്ധമായിരുന്നു അവിടെ എനിക്കറിയില്ലായിരുന്നു. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല നെട്ടൂരാനെ. ഞാൻ ഇപ്പോഴല്ല അറിയുന്നത്. തനിക്ക് എന്തോ അറിയാവുന്ന ഒരു കുന്തം തനിക്ക് അറിഞ്ഞൂടാ. സഖാവ് കണ്ണ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പം ഒരുപാട് നാറി മുതലാളിമാര് പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി സഹാക്കളെ ചമയുന്നുണ്ട്. മന്ത്രി സേതുലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കള കമ്മിറ്റിയിലെ നിനക്കൊക്കെ സ്ഥാനമുള്ളൂ. പാതകത്തും പത്താമ്പുറത്തും ഇരുന്ന് പരദൂഷണം പറയുന്നതല്ല രാഷ്ട്രീയം. ഡികെ എന്റെ സുഹൃത്താണ്. ഡികെക്കെതിരായിട്ട് നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറിയാമല്ലോ നിനക്കെന്നെ. പഴയ നെട്ടൂരാനാകാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. നെട്ടൂരാനാണ് ഡികെ ചീത്തയാക്കുന്നത് അല്ലടാ. നീ എന്നോട് കളിക്കല്ലേ. നിന്നെ ഞാൻ കളി പഠിപ്പിക്കുമേ കണ്ണം മുതലാളി. ആ നെട്ടൂരാനെ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി നീ സംസാരിച്ചത് തെമ്മാടിത്തരമാണ്.
തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നവരോട് അങ്ങനെ സംസാരിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്നെ പെരുമാറ്റച്ചട്ടമൊന്നും പഠിപ്പിക്കണ്ട. പഠിപ്പിക്കുവഴി, നിന്നെ ഞാൻ പഠിപ്പിക്കും. നീ ആരാന്നാ നിന്റെ വിചാരം? സഖാവിന്റെ ഒന്നാം ഭാര്യ, പാർട്ടി ഭരിക്കുന്ന ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ. സേതു, പാർട്ടി സംസാരം പാർട്ടി ഓഫീസിലും മന്ത്രിയുടെ കെട്ടുകാഴ്ച സെക്രട്ടേറിയറ്റിലും വെച്ചിട്ട് എന്റെ ഈ വീട്ടിൽ നീ എന്നോട് സംസാരിക്കാവൂ. നിങ്ങളുടെ വീടോ? നമ്മൾ 2 മന്ത്രിമാർക്കും താമസിക്കാൻ സർക്കാർ തന്ന വീട്. നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടല്ല പാർട്ടി സേതുലക്ഷ്മിയെ ആഭ്യന്തരമന്ത്രിയാക്കിയത്. സഖാവേ, പ്രോട്ടോകോൾ അനുസരിച്ച് വ്യവസായ മന്ത്രി DK-യേക്കാൾ അധികാരവും സീനിയോറിറ്റിയും ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്കാണ്. കുടുംബജീവിതത്തിന്റെ പ്രോട്ടോകോളിൽ ഭർത്താവിനാണ് ഈ സീനിയോറിറ്റി. എന്നോട് തർക്കുത്തരം പറഞ്ഞാൽ നീ ഏത് കോപ്പിലെ മന്ത്രിയായാലും ചവിട്ടി പുറത്താക്കും ഞാൻ. എന്നെ ചവിട്ടാൻ കാലുപൊക്കി ഇനിയും നിങ്ങൾ താഴണമെന്നില്ല. എന്റെ പട്ടി പോലും ഇനിയും നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ കഴിയില്ല. പോലീസ് മന്ത്രി, നീ പോയാ എനിക്ക് പുല്ല. നെട്ടൂർ എന്റർപ്രൈസസ് പ്രൊപ്പറേറ്റർ, നെട്ടൂർ ആൻഡ് റെസിഡൻസ് സ്പീക്കിംഗ്. പാതിരായ്ക്ക് ഏത് തമ്പി? വേലിത്തമ്പിയാണോ? തലക്കുളത്തുനിന്നാണോ? ഇടിച്ച് നിന്റെ മുതുകാൻ കുളമാക്കും. നിനക്ക് നിന്റെ യജമാനും രാത്രി ഉറക്കമില്ലയോടെ? എന്ത് അത്യാവശ്യമാണെങ്കിലും രാവിലെ. എന്താ തമ്പി? എന്റെ സഖാവേ, ഇവിടെ ആകെ പ്രശ്നമാ. മിനിസ്റ്റർ സേതു പിണങ്ങി ഇറങ്ങി പോയി ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി. എന്താ കാര്യം? കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇവിടെ വലിയ ബഹളമായിരുന്നു. താൻ DK-ക്ക് ഫോൺ കൊടുത്തേ? മിനിസ്റ്റർ കിടന്നു, ആർക്കും ഫോൺ കൊടുക്കണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. ആ, എന്നാ ഉറങ്ങട്ടെ. ഞാൻ കാലത്തങ്ങെത്താം. താൻ ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. ആ, മന്ത്രിയായിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും ന്യായം എന്റെ ഭാഗത്താണ് പോറ്റി സാർ. നിങ്ങൾ വെറും ഭാര്യാഭർത്താക്കന്മാരല്ല, ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട 2 മന്ത്രിമാരാണ്. നിങ്ങൾ പിണങ്ങി മാറിയതിന്റെ കാരണം നാട്ടുകാരറിയില്ലേ? പടച്ചുണ്ടാക്കിയ കെട്ടുകഥകളുമായിട്ട് പത്രക്കാരും പ്രതിപക്ഷവും നമ്മുടെ പാർട്ടി ആക്രമിക്കില്ലേ? അതിനൊരവസരം നിങ്ങളായിട്ടുണ്ടാക്കരുത്. സേതു മടങ്ങിപ്പോകണം. ഇല്ല പോറ്റി സാർ, ഞാൻ വേണമെങ്കിൽ ഇപ്പോഴെന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാം. എന്തായാലും ആ വീട്ടിലേക്ക് ഇനി ഞാൻ മടങ്ങിപ്പോവില്ല. എടോ, വഴക്കിട്ടാണെങ്കിലും ഒരു വീട്ടിൽ ഈ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടവരാ താനും സേതു, അല്ലേ? തെറ്റ് തന്റെ ഭാഗത്താ. താൻ കുറെ കൂടെ ക്ഷമ കാണിക്കണമായിരുന്നു. എടോ, താനും സേതുവുമായിട്ടല്ല വഴക്കുണ്ടായിരിക്കുന്നത്. 2 മന്ത്രിമാർ തമ്മിലാ. ഭാര്യ ആഭ്യന്തരമന്ത്രി ഗസ്റ്റ് ഹൗസിൽ പൊറുതി തുടങ്ങി. മന്ത്രിമന്ദിരത്തിൽ ഭർത്താവ് വ്യവസായ മന്ത്രി വീർപ്പിച്ച് കെട്ടിയ ഈഗോയുമായിട്ട് കുത്തിയിരിക്കുന്നു. താൻ ആ ഫോൺ എടുത്ത് ഗസ്റ്റ് ഹൗസിലോട്ട് വിളിച്ച് സേതുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. എന്തിനാ? ഞാൻ പറഞ്ഞിട്ടാണോ അവളോട് ഇറങ്ങിപ്പോയത്? DK, ഈ മന്ത്രിമന്ദിരവും ആ ഗസ്റ്റ് ഹൗസും ഒക്കെ വെറും സത്രങ്ങളാ. നിങ്ങളുടെ ജീവിതം സത്രങ്ങളിൽ കളിച്ച് കളയാനുള്ളതല്ല. എടോ, ഞാനും വരാം. നമുക്ക് പോയി സേതുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നടക്കത്തില്ലടോ, തനിക്കറിയാൻ മേലാഞ്ഞിട്ടാ. ഒരു സ്ത്രീയാണെന്നും എന്റെ ഭാര്യയാണെന്നുള്ള ബോധം അവൾക്കില്ലാതായിരിക്കുന്നു. ധിക്കരിച്ചിറങ്ങിപ്പോയതല്ലേ, സ്വന്തം മനസ്സാലെ തിരിച്ചു വരട്ടെ. ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമേ ഇല്ല, ഉറപ്പാ.